പെൻഗ്വിനുകൾക്ക് ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ടാക്കി ശ്രദ്ധേയമാവുകയാണ് ആഫ്രിക്ക. പെൻഗ്വിനുകളുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് ഇത്തരത്തിലൊരു സംരംഭത്തിലേക്ക് ഇവരെ നയിച്ചിരിക്കുന്നത്. ഏകദേശം 400-ലധികം പെൻഗ്വിൻ കുഞ്ഞുങ്ങളാണ് നിലവിൽ ഈ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഉള്ളത്. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ആഫ്രിക്കയിലെ പെൻഗ്വിനുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവ് വന്നതിനെ തുടർന്നാണ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നൊരു ആശയം തന്നെ ഉടലെടുത്തത്. ആഫ്രിക്കൻ പെൻഗ്വിനുകൾ അറിയപ്പെടുന്നത് ജാക്കസ് എന്നാണ്. പരിസ്ഥിതി മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം ഇവയുടെ വംശനാശത്തിന് കാരണമായിട്ടുണ്ട്. ദ സദേൺ ആഫ്രിക്കൻ ഫൗണ്ടേഷൻ ഫോർ കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ ബേർഡ്സ് എന്ന സംഘടനയാണ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നടത്തിപ്പുകാർ. ഇതിനോടകം തന്നെ ഏതാണ്ട് 400-ലധികം പെൻഗ്വിൻ കുഞ്ഞുങ്ങൾ ഈ റീഹാബിലിറ്റേഷൻ സെന്ററിലുണ്ട്. ഒറ്റപ്പെട്ട നിലയിൽ തീരങ്ങളിൽ നിന്നാണ് ഇവയിൽ അധികവും ലഭ്യമായിട്ടുള്ളത്. ഇത് പറയുന്നത് റീഹാബിലിറ്റേഷൻ സെന്റർ മാനേജർ നിക്കി സ്റ്റാൻസ് ആണ്. We'll take them in for different reasons. They may be injured, so it might be trauma related, or it might be, especially this time of year, chick season as we call it, where chicks are abandoned by their molting parents. ഓരോരുത്തർക്കും പ്രത്യേക പരിചരണമാണ് ഇവിടെ നൽകുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഭക്ഷണ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നീന്തൽ സമയത്തിൽ പോലുമുണ്ട് ഈ ക്രമീകരണങ്ങൾ. അവയെ ഇണക്കമുള്ളവയാക്കുക എന്നതിനേക്കാൾ ഉപരി ഏതവസ്ഥയും പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെയെല്ലാം ഉദ്ദേശം. I don't think it's everyone's cup of tea. You've got to be prepared to work physical and long hours. You get very tired. But at the end of the day, when you do your releases or when you're working with these little guys, it is really rewarding. So it comes at a price, but it's a good price. മണിക്കൂറുകൾ ഇവയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. വളരെ ജോലിഭാരമേറിയതുമാണത്. എങ്കിൽ പോലും ഇവിടെയുള്ള ഓരോരുത്തരും അതീവ സന്തോഷത്തോടെയാണ് തങ്ങളുടെ ജോലികളിൽ ഏർപ്പെടുന്നത്. പെൻഗ്വിൻ കുഞ്ഞുങ്ങളോട് വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ടെന്ന് ക്ലസ്റ്ററിൻ പറയുന്നു. നിലവിൽ 20,000-ൽ താഴെ മാത്രം പെൻഗ്വിനുകളാണ് ആഫ്രിക്കയിലുള്ളത്. ഈ പുതിയ സംരംഭം നശിച്ചുകൊണ്ടിരിക്കുന്ന പെൻഗ്വിൻ വർഗത്തിന് ഒരു പുതുജീവൻ നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.